ഓർണമെൻറ്റ്സിൻ്റെ പിറകിൽ ഓരോ കഥയുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കഥ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന്. ഇത് എൻ്റെ മാമൻ്റെ കല്യാണത്തിന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അമ്മ വാങ്ങി തന്നതായിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് സാരിയുടെ കൂടെയും അവരുടെ റിസപ്ഷന് ഗൗണിൻ്റെ കൂടെയും ഞാൻ ഇതിട്ടിട്ടുണ്ടായി. കല്ലൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ആ തിളക്കമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. ഇത് കുറേ പാദസരത്തിൻ്റെ സെറ്റൊക്കെ ഉണ്ട്, എന്നാൽ മാല മാത്രം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 2 മാലയും ഞാൻ സാജിദിനെ കൊണ്ട് ഡൽഹിയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഈ ഒരു ഡിസൈനാണല്ലോ, ഇത് ഞാൻ പയ്യന്നൂർ അനുപാൽ കിച്ചുൻ്റെ ആ ഒരു ഷൂട്ടിന് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ടിട്ട് എടുത്താണ്. അതിന് മാച്ചിങ് ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സിൽവർ മാല വരുന്നത് ഈ ഒരു മാലയാണ്. ഇത് ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് ഇതൊക്കെ എടുത്ത് പുറത്തിടാൻ മടിയായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ പാദസരങ്ങളൊക്കെയാണ് വരുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അടക്കി പെറുക്കി വെച്ചിട്ടാണ് ഉള്ളത്. ഈ ഒരു മാല വന്നിട്ട് ഒരു സെറ്റ് മാലയായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു 9th പഠിക്കുന്ന സമയത്ത് ആത്വേച്ചിയുടെ വെഡ്ഡിങ് ടൈമിൽ അമ്മ വാങ്ങിച്ചു തന്നായിരുന്നു. അന്നേരം ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഗ്രീന് കാണുന്നത് ആത്വേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് ആത്വേച്ചിയുടെ മാലയാണ്. അപ്പോൾ അത് എനിക്ക് ആൻറ്റി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഏതോ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഷൂട്ടിനോ ക്രിസ്ത്യൻ തീം കോൺസെപ്റ്റിൽ വെച്ചിട്ടുള്ള ഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു മാലയാണ്. ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു മാല ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. വാങ്ങിച്ചപ്പോൾ നല്ല ഭംഗി കണ്ടിട്ട് വാങ്ങിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ഭംഗി കണ്ടിട്ട് വാങ്ങിക്കുന്നത്, ഇടയ്ക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഈ ഒരു മാല വന്നിട്ട് എൻ്റെ അച്ഛൻ പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അതിൻ്റെ കമ്മലും ബ്രേസ്ലെറ്റും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ മാല മാത്രമേ ഉള്ളൂ. എൻ്റെ താഴെ വന്നിട്ട് ഈ ഒരു മാല, ഇത് ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ തന്നെ വലിയ സെറ്റും ചെറിയ സെറ്റും കമ്മലൊക്കെ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ മാല ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് കാണാൻ പറ്റും. പിന്നെ കുറേ മുത്തുമാലയാണ്, പിന്നെ കുറേ ഡിസൈനുള്ള മാലകളും വന്നിട്ട് ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ വാങ്ങി വയ്ക്കുന്നതാണ്. 1-2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ മടക്കി വയ്ക്കും. കുറേ ആ ഒരു ടൈപ്പിലുള്ള മാലകളൊക്കെ ഉണ്ട്. മാലയും വളയും ഒക്കെ നമ്മൾ ഓരോ ടൈമിലും വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഭംഗി കാണുമ്പോൾ വാങ്ങി വയ്ക്കുന്ന. ഇതെനിക്ക് എൻ്റെ അമ്മയുടെ കസിന് മിനിയേച്ചി വാങ്ങിച്ച സമയത്ത് ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു മാല തന്നത്. ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസിലുണ്ട് ഇൻസ്റ്റഗ്രാമിലുള്ളതിൽ. അതുപോലെ തന്നെ ഈ മാലയും ഞാൻ ഒരുപാട് ഷൂട്ട്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഞാൻ എക്സിബിഷന് പോയപ്പോൾ കല്ലിൻ്റെ മാല വാങ്ങിയതാണ്, ക്രിസ്റ്റലിൻ്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാലയാണ്, പക്ഷേ ഞാൻ അധികം ഇട്ടിട്ടില്ല. ആകെ ഒരു കല്യാണത്തിന് മറ്റേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് 9th പഠിക്കുമ്പം യൂസ് ചെയ്തിട്ടുള്ള സെറ്റാണ്. ഇതിൽ നെറ്റിച്ചുട്ടി, മോതിരം, പിന്നെ ബാഹുബലി കമ്മൽ, അങ്ങനത്തെ അരപ്പട്ട, അങ്ങനത്തെ കുറേ ഷൂട്ടിങ്ങിനേക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങളുള്ളത്, മൂക്കുത്തി, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഉള്ളത്. തന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങി വയ്ക്കും. ചിലതിനൊക്കെ 40 രൂപ ഉണ്ടാവുള്ളൂ, ചിലതിനൊക്കെ 250-300 ഒക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നുമ്പം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വാങ്ങി വയ്ക്കും. ചിലത് 40-നൊക്കെ അടിപൊളി ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞാനെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു തരില്ല, അങ്ങനത്തെ ഒക്കെ സീനല്ലാണ്ട് ബാക്കി എൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങി തന്നതോ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതും ഞാൻ വാങ്ങിയതും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ കിട്ടിയ സാധനങ്ങളാണെങ്കിൽ അതിലൊരുപാട് മെമ്മറീസും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓരോ ഓർണമെൻറ്റ്സിൽ ഓരോ ഓർമ്മകളാണല്ലേ. ഇപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓരോ കമ്മലെടുക്കുമ്പോഴും എനിക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്നത്. അപ്പോൾ ഓരോ ഓർണമെൻറ്റ്സ് ഗിഫ്റ്റായിട്ട് തന്ന ഓർണമെൻറ്റ്സ് എത്രയോ കാലങ്ങളായിട്ടുള്ള ഓർണമെൻറ്റ്സ് കേട്ടോ ഇതൊക്കെ. കാരണം ഇതിലൊക്കെ ഈ ഒരു ഓർണമെൻറ്റ്സിലൊക്കെ കമ്മലൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയുടെ കമ്മലൊക്കെ ഇതിനകത്ത് എൻ്റെ അമ്മയുടെ ഒരു കോളേജ് ടൈമിലും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോയ ടൈമിലൊക്കെയുള്ള കമ്മൽ മുതൽ എല്ലാ കമ്മലിലും എൻ്റെ കയ്യിലുണ്ട്. ഇതെനിക്ക് മാമി ഇപ്പോൾ അടുത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് എക്സിബിഷന് പോയപ്പോൾ എന്നെ ഓർത്തിട്ട് വാങ്ങി തന്ന കമ്മലാണ്. അതുപോലെ എൻ്റെ അനിയൻ ശബരിമലയ്ക്ക് ഫസ്റ്റ് ടൈം പോയപ്പം എന്നെ ഓർത്തിട്ട് വാങ്ങി തന്ന കമ്മൽ. അങ്ങനെ ഒരുപാട് കമ്മൽ എൻ്റെ കയ്യിലുണ്ട്, ഓരോ ഓർമ്മകളുള്ള കമ്മൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഓരോ കമ്മലെടുക്കുമ്പോഴും ഓരോ ഓർമ്മകളായിരിക്കില്ലേ അല്ലേ. ഞാനിതൊക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കളക്ഷൻസ് ഒന്നും ഇല്ല, എന്നാലുള്ള കളക്ഷൻസിലൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ട്. ഇതെൻ്റെ ആംഗ്ലെറ്റ് കളക്ഷനാണ്. ഇത് വന്നിട്ട് സിൽവറിൻ്റെ ഒറിജിനൽ ആണ്. 12th പഠിക്കുന്ന സമയത്ത് അമ്മ വാങ്ങിച്ചു തന്നത്. പിന്നെ ഇത് സിവയുടെ ഒരു ആംഗ്ലെറ്റ് ആണ്, അതിൻ്റെ പേര് കാണുന്നില്ല, എവിടെയോ ഉണ്ട്. പിന്നെ ഇത് അലൂമിനിയത്തിൻ്റെ ഒരു ബ്ലാക്കിൽ വരുന്ന, ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ തവണ തൃപ്രയാർ പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് നാട്ടിൽ നിന്ന് എവിടുന്ന് ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ഇത് തിരൂർ പൊന്നിൻ്റെ തന്നെയാണ്. ഇത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. പണ്ട് അതിന് 30 രൂപയോ 50 രൂപയോ മറ്റായിരുന്നു. ഇത് വന്നിട്ട് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്, നമ്മുടെ ഓക്സിഡൈസ്ഡ് ആ ഒരു ടൈപ്പിൽ വരുന്നത്. ഇത്രയാണ് ആംഗ്ലൻസ് എൻ്റെ അടുത്ത് ഇപ്പോൾ കളക്ഷനിലുള്ളത്. കൂടാതെ ഞാൻ ഇട്ടിട്ടുമുണ്ടൊന്ന്.